ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ഒരു പുതിയ അതിഥിയാണ്. അദ്ദേഹം ഇന്ത്യൻ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പേര് അനിൽ വെണ്ണിയൂർ. അദ്ദേഹം 82-ൽ ഒരു എയർമാനായിട്ട് സേനയിൽ ജോലിക്ക് ചേർന്നു. 98-ൽ വിരമിച്ചു. അദ്ദേഹം എയർ ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ, അതായത് വ്യോമ പ്രതിരോധ ആശയവിനിമയ മേഖലയിലാണ് തൻ്റെ കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ചത്. അദ്ദേഹത്തിന് ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ചും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ 2 കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ നീറ്റിലിറക്കി. അതിനെക്കുറിച്ച് പറയാനാണ് അദ്ദേഹം നമ്മളോടൊപ്പം വന്നിരിക്കുന്നത്. നമസ്കാരം അനിൽ വെണ്ണിയൂർ. താങ്കൾ 16 വർഷം സേനയിൽ സേവിച്ചു. അതിനുശേഷം പുറത്തു വന്ന് വിരമിച്ച് പെൻഷനായി എക്സ് സർവീസ് വിമുക്ത ഭടൻ എന്നുള്ള ഒരു പദവിയിൽ ഇപ്പോൾ തുടരുകയാണ്. വന്നതിന് ശേഷം 98-ൽ വിരമിച്ചതിന് ശേഷം അങ്ങ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്തു. നമസ്കാരം. നമസ്കാരം. അങ്ങ് വ്യോമസേനയിലാണ് പ്രവർത്തിച്ചതെങ്കിലും എൻ്റെ ചോദ്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം 2 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അത് കമ്മീഷൻ ചെയ്തത്. എന്താണ് ആ കപ്പലുകളുടെ പ്രത്യേകത? ഒന്ന് വിവരിക്കാമോ? വളരെ സാങ്കേതിക മികവ് ഉള്ള, വളരെയധികം എന്താ പറയുക, ആധുനിക സാങ്കേതിക വിദ്യ നന്നായി സംയോജിപ്പിച്ച് നിർമ്മിച്ചെടുത്ത കപ്പലുകളാണെന്നാണ് പൊതുവെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇവ യുദ്ധക്കപ്പലുകളുടെ ഗണത്തിലാണ് വരുന്നത്. എന്നാലും അവ ഫ്രിഗേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഷിപ്പിനെക്കാളും കുറച്ചുകൂടെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു വെർഷനാണ്. അതായത് ഷിപ്പിനേക്കാൾ കുറച്ചുകൂടെ വലുതോ ചെറുതോ? ചെറുതായി സ്ലീക്കാണ്. അത് കുറച്ചുകൂടെ മെലിഞ്ഞതാണ്. കാര്യം നമുക്ക് യുദ്ധത്തിന് പോയി അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ച് സേഫായിട്ട് വരിക എന്നുള്ളൊരു ഉദ്യമമാണ് അവർക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പീഡ് ആർജിക്കാനും കൂടുതൽ വെപ്പണറിയും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നു. ആയുധങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഈ വിമാനങ്ങളിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉള്ളതാണ്. ഇന്നത്തെ വിമാനങ്ങളെല്ലാം സ്റ്റെൽത്ത് സാങ്കേതിക, അതുപോലെ കപ്പലുകൾക്കും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ആവശ്യമാണ്. കാര്യം നമ്മൾ റഡാറുകൾ മാത്രമല്ല സോണാറുകളെയും നമ്മൾ കടലിൽ നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം നമ്മൾ. സോണാർ എന്ന് ഉദ്ദേശിക്കുന്നത് ശബ്ദങ്ങൾ, അതായത് നമ്മൾ വിമാനത്തെ പോലെ കടലിനകത്തുള്ള ശബ്ദ തരംഗങ്ങളെ പിടിച്ചെടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ വാഹനങ്ങൾ, ഏതൊക്കെ കപ്പലുകൾ, അന്തർവാഹിനികൾ, ബോട്ടുകൾ ഇതെല്ലാം നമുക്ക് അറിയാനുള്ള ഒരു സംവിധാനമാണ് സോണാർ. ഇപ്പൊ സോണാറുകളെയും വെട്ടിക്കണം, റഡാറുകളെയും വെട്ടിക്കണം. പിന്നെ ഇപ്പോൾ സാറ്റലൈറ്റുകളുടെ നിരീക്ഷണമുണ്ട്. ഭയങ്കരമായിട്ടുള്ള ട്രാക്കിംഗ് എല്ലാ ഭാഗത്തു നിന്നും നടക്കുന്നു. അപ്പം നമ്മളൊരു എല്ലാം കണ്ണു വെട്ടിക്കണം. ഒരു ഓപ്പറേഷന്റെ പ്രധാനപ്പെട്ട ഒരു റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ രഹസ്യാത്മകതയാണ്. അവരുദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പേ നമ്മൾ പോവുക, അവരെ കണ്ണിൽ പെടാതെ തിരിച്ചെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ വേണമെന്ന് ഇന്ത്യൻ നേവി വിചാരിച്ചു തുടങ്ങിയിട്ട് 10-15ഓളം വർഷമായി. അപ്പോൾ അതിൽ ആദ്യത്തെ 3 ഫ്രിഗേറ്റുകൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട്. അവ ഷിവാലിക് ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഷിവാലിക് ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഷിവാലിക് ക്ലാസ്സുകളിലെ 3 യുദ്ധക്കപ്പലുകൾ, ഫ്രിഗേറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ 3നും ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ട് കൈവരിക്കാനായിട്ടില്ലായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് വളരെ ദൃഢനിശ്ചയത്തോടെയാണ് DRDO തീരുമാനിച്ചത്, നമുക്ക് പൂർണ്ണമായിട്ട് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉള്ള 2 പടക്കപ്പലുകൾ. കാര്യം നമ്മുടെ ത്രെട്ടുകൾ നമ്മൾ എപ്പോഴും വരുന്നത് ബംഗാൾ ഉൾക്കടലിലും അറേബ്യൻ കടലിലുമാണ്. അപ്പോൾ ഈ 2 കടലിലും വിന്യസിക്കാൻ വേണ്ടിയിട്ട് 2 കപ്പലുകൾ വേണം എന്ന് നമ്മുടെ വളരെ ഒരു സെക്യൂരിറ്റിയുടെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ ഇന്ത്യയുടെ 2 പൊതുമേഖല പ്രതിരോധ നിർമ്മാണശാലകളായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കൽക്കട്ടയിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്, അതായത് അവർക്ക് ബംഗാൾ ഉൾക്കടലിലാണ് അവരുടെ ഏരിയ. അതേപോലെ തിരിച്ച് അറബിക്കടലിൽ മസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയും, അത് ബോംബെ ബേസ്ഡ്. അപ്പോൾ ഈ 2 കമ്പനികൾക്കാണ് ഈ ഉത്തരവാദിത്വം കൊടുത്തത്. ഇവർ 2 പേരും ഓരോ കപ്പൽ വീതം. അത് അവർ ട്വിൻസ് ആണ്. 2 പേരുടെ സ്പെസിഫിക്കേഷൻസും വെപ്പണറിയും എല്ലാം
ഒരേപോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം ഐഡന്റിക്കൽ ട്വിൻസ് ആണ് അവർ. അപ്പോൾ അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്തുണ്ട്. അപ്പോൾ ഇത് രണ്ടും സ്റ്റെൽത്ത് ടെക്നോളജി നമ്മൾ പൂർണ്ണമായിട്ടും സംയോജിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ രണ്ട് കപ്പലുകൾ എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിലും ഇന്ത്യൻ ഡിഫൻസിന്റെ ചരിത്രത്തിലും ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിലും അടയാളപ്പെടുത്തേണ്ട രണ്ട് കപ്പലുകളാണ് രാജ്നാഥ് സിംഗ് ജി ഇന്നലെ വിശാഖപട്ടണത്ത് നീറ്റിലിറക്കിയത്. ഇത് എപ്പോഴാണ് ഇത് നിർമ്മിച്ചു തുടങ്ങിയത്? എത്ര കാലം? ഇത് 22 ഏകദേശം അതിന്റെ നിർമ്മാണം പൂർത്തിയായതാണ്. പക്ഷെ അതിന്റെ ഒരുപാട് സാങ്കേതിക വിദ്യകൾ, കപ്പലിന്റെ സാങ്കേതിക വിദ്യകൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് കമ്മീഷൻ ചെയ്യണമെങ്കിൽ പൂർണ്ണമായ ഇന്റഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അതിനെ കമ്മീഷൻ ചെയ്യുന്നത്. കമ്മീഷൻ ചെയ്തതാണ് നമ്മൾ കണ്ടത്. ഈ ശരിക്കും ഇത് എന്നാണ്? ഇത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 2010 തൊട്ടേ നമ്മുടെ ഈ സ്റ്റെൽത്ത് ടെക്നോളജി നമ്മൾ തുടങ്ങി. പക്ഷെ ഇത് കഴിഞ്ഞ 2015 തൊട്ടാണ് ഈ രണ്ട് വിമാനങ്ങളുടെയും പ്രവർത്തനം, രണ്ട് കപ്പലുകൾ ഡിസൈനും ശരിക്കും വിമാനവാഹിനി കപ്പല് ഇല്ല. ഇത് വിമാനവാഹിനി കപ്പലല്ല, സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ്. ഇതിനകത്ത് 2 ഹെലികോപ്റ്ററുകൾ, നമ്മൾ അറ്റാക്കിനുള്ള 2 ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യാനും അതിൽ നിന്ന് പ്രവർത്തിപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. കാര്യം ഈ ഹെലികോപ്റ്ററുകൾ നമുക്ക് നിരീക്ഷണത്തിന് ഉപയോഗിക്കാം, സ്പൈയിങ്ങിന് ഉപയോഗിക്കാം, ഇവാക്യുവേഷന് ഉപയോഗിക്കാം, അത്യാവശ്യത്തിന് നമുക്ക് ആക്രമിക്കാൻ ഉപയോഗിക്കാം. സർ, ഇതിന്റെ ഈ കപ്പലിന്റെ ലഘുവായ ഒരു ചെറിയ വിവരണം നൽകാമോ? എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ നീളം 149 മീറ്റർ, വീതി 17.8 മീറ്ററുമാണ്. അതാണ് വളരെ സ്ലീക്കാണ്. നമ്മള് മെലിഞ്ഞതാണ്. നമുക്ക് പെട്ടെന്ന് സ്പീഡ് അറ്റൈൻ ചെയ്യണം, പിന്നെ ശ്രദ്ധിക്കാനും പാടില്ല. വണ്ണം കൂടുന്തോറും ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ അതൊന്ന്. രണ്ടെന്ന് പറയുന്നത് ഇതിനകത്ത് ഉള്ള വെപ്പണറിയാണ്. ഇപ്പൊ ലോകം തന്നെ ഇന്ത്യ അതിശയത്തോടെ നോക്കുന്നത് ബ്രഹ്മോസിനെ. അപ്പൊ ബ്രഹ്മോസിന് 3 വെർഷനുണ്ട്. നേവിക്കും ആർമിക്കും എയർഫോഴ്സിനും വേണ്ടിയിട്ട് 3 വെർഷൻ. അപ്പോൾ അതിലെ നേവൽ വെർഷൻ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രിഗേറ്റ് ആണ് ഇപ്പോൾ ഇറങ്ങിയത്. അതായത് ബ്രഹ്മോസ് വിക്ഷേപിക്കാനുള്ള 2 കപ്പലുകൾ. അത് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഇപ്പൊ അന്തർവാഹിയിൽ നിന്ന് വരെ നമുക്ക് ബ്രഹ്മോസ് ഇല്ലാതെ നമുക്ക് ഡിഫൻസിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത ഒരു എറയിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എല്ലായിടത്തും ഇപ്പം സുഖോയിലായാലും നമ്മൾ ബ്രഹ്മോസ് നമ്മൾ ഘടിപ്പിക്കുന്നുണ്ട്, വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്നുണ്ട്, മറ്റ് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ സാം മിസൈൽസ് നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ടോർപിഡോസ് ഉണ്ട്. സർവ ആയുധ സജ്ജമായ 2 പടക്കുതിരകളാണ്. നമ്മൾ പടക്കുതിരകൾ എന്ന് തന്നെ പറയാം. സർവായുധ 2 സർവായുധ സജ്ജര, എല്ലാ സജ്ജീകരണങ്ങളും കൂടിയ ഒരു 2. ശരിക്കും ഈ ബംഗാൾ ഉൾക്കടലില് ഇപ്പൊ സന്ദർഭവശാൽ ചോദിക്കുന്നതാണ്, നമുക്ക് ഏറ്റവും വലിയ ഭീഷണി ആരാണ്? ചൈനയാണോ അതോ മറ്റേതെങ്കിലും രാഷ്ട്രമാണോ? പ്രതിരോധ രംഗത്ത് ലോകത്ത് റഷ്യ പോയിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും, ഈവൻ നേപ്പാൾ പോലും നമ്മുടെ ശത്രുവായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സാമന്ത രാജ്യമായിട്ടിരുന്ന നേപ്പാളിലെ പ്രജകൾക്ക് ഇന്ത്യൻ ഡിഫൻസിനകത്ത് കയറാനുള്ള അവകാശമുണ്ട്. അത്രയും നമ്മൾ സൗജന്യം കൊടുത്തിട്ട് പോലും നേപ്പാൾ പോലും ഇന്ത്യക്കെതിരായിട്ടുള്ള സ്ഥലത്ത്. അപ്പം നമ്മൾ യുദ്ധത്തിൽ ഒരു കാര്യം പറയാറുണ്ട്, നമ്മളോടൊപ്പം ഇല്ലാത്ത എല്ലാവരും നമ്മൾ എതിരാളികളാണ്. ഇപ്പം നമ്മളെ വിഷമഘട്ടങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത് റഷ്യ മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബാക്കി ലോകത്ത് 196 രാജ്യങ്ങളും നമുക്കെതിരാണ്. അപ്പം ശത്രുത എവിടുന്ന് വരാം? നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല തുർക്കി ഇത്രയും വലിയൊരു ത്രെട്ട് നമുക്ക് ഉണ്ടാക്കും. ഈ കഴിഞ്ഞ യുദ്ധത്തിൽ നമുക്ക് നാണക്കേടുണ്ടാക്കിയത് തുർക്കിയാണ്. അപ്പം നമ്മൾ ശത്രു എവിടുന്നും പ്രതീക്ഷിക്കാം. നമ്മൾ കൂടെ ഇല്ലാത്തവരെല്ലാവരും നമ്മുടെ ശത്രുവാകാൻ സാധ്യതയുള്ളവരാണ്. നമ്മൾ അങ്ങനെയാണ് ഡിഫൻസിന്റെ കണ്ണ് നമ്മൾ കാണുന്നത്. എല്ലാ പേരിലും ഒരു പൊട്ടൻഷ്യൽ എനിമിയെ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിലും അറേബ്യൻ കടലിലും ഈവൻ ഈ മാലിദ്വീപ്സ് പോലും നമുക്കൊരു ത്രെട്ടായിട്ട് നമുക്ക് ഒരിക്കൽ മാലിദ്വീപ്സിന് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിക്കാനുള്ള ധൈര്യം ഉണ്ടായി എന്ന് കാണുമ്പോഴത്തേക്ക് ശത്രുക്കൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് അറിയാൻ പറ്റത്തില്ല. അവർക്ക് കുടിക്കാൻ വെള്ളം പോലും ഇന്ത്യ കൊടുക്കുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ്സ്. നാളെ കടൽ പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാലിദ്വീപ്സിന് അഭയം കൊടുക്കേണ്ട രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യം പോലും നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ലോകത്ത് അത് ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മളാണ് ഇന്ത്യ ഭാരതം എന്ന് ഇന്ത്യയിൽ പറയുന്നത്. പാകിസ്ഥാനിൽ അവരെല്ലാവരും ഹിന്ദുസ്ഥാൻ എന്നാണ് പറയുന്നത്. അപ്പം ഹിന്ദുസ്ഥാന്റെ കൂടെ ഹിന്ദുസ്ഥാൻ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും അത് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഒരു ശത്രു രാജ്യമല്ലാതെ മിത്രരാജ്യമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇസ്രായേലാണ്. ഇപ്പം ഇസ്രായേലാണ് നമ്മുടെ കാർഗിൽ വാറിൽ നമ്മളെ ജയിക്കാൻ നമ്മളെ സഹായിച്ചത്.
അപ്പോൾ ആപത്തിൽ ഉതകുന്നതാണല്ലോ മിത്രം. അതെ. അപ്പം മിത്രം എന്ന് പറയാൻ ഇസ്രായേലും റഷ്യയും മാത്രമേ നമുക്കുള്ളൂ. ഉം. എന്നാലും ഇസ്രായേലിന്റെ കൈകൾ അമേരിക്കയ്ക്ക് എപ്പോഴും കെട്ടാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമുക്ക് മിത്രം എന്ന് പറയാൻ പറ്റത്തില്ല. ഉം. കാര്യം അമേരിക്കയുടെ റോളുകൾ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയാണ് വരുന്നത്. അതെ. അവര് ഇന്ത്യയുമായിട്ട് പാരമ്പര്യമായിട്ട് ശത്രുത പുലർത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. മോദിയൊക്കെ കെട്ടിപ്പിടിക്കും മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുമെങ്കിലും പാരമ്പര്യമായിട്ട് അമേരിക്ക ഇന്ത്യക്കെതിരായിട്ട് എപ്പോഴും പ്രവർത്തിച്ചിരുന്നു. 71 യുദ്ധത്തിൽ 7ാം കപ്പൽപ്പട വന്നത് ഇന്ത്യ ഒരിക്കലും മറക്കത്തില്ല. ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരനും ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വെച്ചിട്ട് വേണം മോദിയും ട്രംപും കൂടെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് ആ 7ാം കപ്പൽപ്പട നമ്മൾ എപ്പോഴും ഓർമ്മയിലുണ്ടായി. കാര്യം ചതിക്ക് അമേരിക്കയെ പോലൊരു രാജ്യം വേറെയില്ല. അതുകൊണ്ട് ഈ ബംഗാൾ ഉൾക്കടലിലും അറേബ്യൻ സമുദ്രത്തിലും എല്ലാത്തിലും നമ്മൾ ശത്രുക്കളാണ്. എല്ലാവരും നമ്മുടെ ശത്രുക്കളാണ്. മിത്രങ്ങൾ എന്ന് പറയാൻ ആരും. ഈ ശ്രീലങ്കയ്ക്ക് പോലും ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യം റഷ്യക്ക്, ചൈനയ്ക്ക് അവരുടെ ബേസ് തുറന്നു കൊടുക്കാനുള്ള ഒരു ധൈര്യം ശ്രീലങ്ക കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവരുടെ ഒരു മാല ഉണ്ട്, ഒരു ബെൽറ്റ് ആൻഡ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിനകത്ത് എല്ലാ രാജ്യങ്ങളും ഉണ്ട്. ഇന്ത്യ പോയിട്ട് എല്ലാ രാജ്യങ്ങളും ഉണ്ട്. പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ഇറാനുണ്ട്, എല്ലാ രാജ്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ശത്രുക്കൾ എന്ന് വെച്ചാൽ ലോകത്ത് മുഴുവൻ ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും മുമ്പ്. പ്രതിരോധ രംഗത്ത് എപ്പോഴും നമ്മൾ അങ്ങനെ എല്ലാവരും ശത്രുക്കളാണ്. നമ്മളെ കൂടെ നിൽക്കാത്ത എല്ലാവരും ശത്രുക്കളാണ്. നമുക്ക് മിത്രം എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യ മാത്രമേ നമ്മൾ സ്ഥിരമായിട്ട് 47 തൊട്ട് ഇന്ത്യയുടെ മിത്രമായിട്ടുള്ളത്. എന്നാലും എങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി റഷ്യയിലെ മണ്ണിൽ വെച്ചിട്ട് കൊല്ലപ്പെടുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് അവിടെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രതിരോധ രംഗത്ത് നമ്മളെല്ലാവരെയും സംശയദൃഷ്ടിയോടെ തന്നെ വേണം കാണാൻ. എന്തായാലും ഈ 2 ഫ്രിഗേറ്റ് ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ഏതെങ്കിലും കപ്പലുകൾ നിർമ്മാണത്തിലുണ്ടോ? അല്ല, അതിപ്പോ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഡിഫൻസിനെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പബ്ലിക്കായിട്ട് പറയുന്ന, പബ്ലിക് ഡൊമൈനിൽ പറയുന്ന സ്പെസിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവർക്കുള്ളത്. അവര് നമ്മൾ ഉദ്ദേശിക്കാത്തതും നമ്മൾ പ്രതീക്ഷിക്കാത്തതുമായ പല രഹസ്യങ്ങളും ഈ കപ്പലുകൾക്കുള്ളിൽ നിർമ്മാണങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇന്റഗ്രേഷൻ ഉണ്ടാവും. നമുക്ക് പബ്ലിക് ഡൊമൈനിൽ തരുന്ന പല വിവരങ്ങളും നമ്മളെ മിസ്ലീഡ് ചെയ്യും. അത് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. കാര്യം അത് ഡിഫൻസിന്റെ ഒരു രീതിയാണ്. നമ്മൾ പ്രൊപ്പഗണ്ട എന്ന് പറയും. നമ്മളിൽ ഇതുണ്ടെന്ന് പറയും, ചിലപ്പോൾ അത് ഉണ്ടാവില്ല, നമ്മൾ വേറൊന്നായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്, നമ്മൾ പൊക്രാൻ 2 സ്ഫോടനം നടക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ഡിഫൻസ് മൂവ്മെന്റ് വേറൊരു സൈഡിൽ നടത്തിക്കൊണ്ടിരുന്നു. അവരത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മൾ പൊക്രാനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ പലയിടത്തും നമ്മൾ സിന്ദൂറിന്റെ കാര്യം അവർ ഭയങ്കര ഗസ്സിങ്ങിലായിരുന്നു, എന്ത് നടക്കും എന്നുള്ള കാര്യം. പക്ഷേ അവരുദ്ദേശിച്ച പോലെ മോദി സർക്കാർ, നമ്മുടെ ഡിഫൻസിന്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടുന്നാണോ ആക്രമണം ഉണ്ടാവുന്നത് അവരെ തന്നെയാണ്, ആ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ആക്രമിക്കുന്നത്. കാര്യം ആദ്യത്തെ മോദി സർക്കാരിന്റെ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് മണിപ്പൂരിലും നാഗാലാൻഡിലും കലാപം ഉണ്ടാക്കിയ മ്യാൻമറിനെതിരായിട്ടായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പീസ് ടൈമിൽ ബോർഡർ കടന്നുള്ള ആദ്യത്തെ ആക്രമണമായിരുന്നു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പാരാ ജമ്പിംഗ് ഫോഴ്സ് അവിടെ മ്യാൻമറിന്റെ മണ്ണിൽ ഏകദേശം 2 കിലോമീറ്ററുള്ള ഉള്ളിൽ കടന്ന് 150ഓളം പേരെ കൊന്നിട്ടാണ് വന്നത്. മ്യാൻമറിന് ഇന്നുവരെ ഒരു പരാതിയില്ല, അവർ സമ്മതിച്ചിട്ടുമില്ല. പക്ഷെ നമ്മൾ ചെയ്ത എന്താണെന്ന് നമുക്കറിയാം. നമ്മളത് ആരടുത്തും പറയുന്നില്ല, നമ്മൾ ആരടുത്തും പ്രഘോഷിക്കുന്നുമില്ല. നമ്മൾ അതിർത്തിക്ക് കാര്യം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പട്ടാളത്തിന്റെ കോൺവോയെ ആക്രമിക്കാനുള്ള ധൈര്യം ഭീകരന്മാർ കാണിച്ചത്. അത് ഏത് രാജ്യത്തു നിന്നാണോ അവർ വന്നത്, ആ രാജ്യത്തെ തന്നെ, ആ സ്പോട്ടിൽ തന്നെ അടിക്കുക, അവരെ തന്നെ അടിക്കുക. അവരുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിന് നമ്മളൊന്നും ചെയ്തില്ല. ഭീകരന്മാരുടെ 2 താവളങ്ങൾ മാത്രം നിർത്തിയിട്ട് വന്നു. അപ്പോൾ സിന്ദൂറിൽ എന്താണ് മോദി ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന നമുക്ക് അവിടുന്ന് കിട്ടി. ഒരു മാതൃക അവിടെ ഉണ്ട്. മാതൃകയാണത്. അതിന്റെ ഒരു ഫുൾ ഡ്രസ് റിഹേഴ്സൽ, മാതൃക എന്നല്ല, അതൊരു ഫുൾ ഡ്രസ് റിഹേഴ്സലായിരുന്നു. ദോവൽ നേരിട്ടിടപെട്ട ഒരു ഓപ്പറേഷനായിരുന്നു. അതോടെയാണ് നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഏകദേശം ആസാമും ത്രിപുരയൊക്കെ ഒരു ലൈനിൽ വന്ന കാര്യം ആ ഒരു ഒറ്റ ഓപ്പറേഷനോടെ മ്യാൻമറിന് മനസ്സിലായി അവിടുത്തെ രാജ്യം കാണത്തില്ല. ഇന്ത്യയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള എയർ പവറോ മിലിറ്ററി പവറോ ഒന്നും അവരിലില്ല. അപ്പം വേണമെങ്കിൽ നമ്മൾ അകതിർത്തി കടന്നും അടിക്കും. അതായത് നരേന്ദ്രമോദി പറഞ്ഞ പോലെ വീട്ടിൽ കയറി അടിക്കും എന്ന് പറയുന്നതിന് മുമ്പേ അടിച്ചിട്ടാണ് പറഞ്ഞത്. മ്യാൻമറിന്റെ വീട്ടിൽ കയറി തന്നെയാണ് അടിച്ചത്. നമ്മൾ നോർത്ത് ഈസ്റ്റിലെ നമുക്കുണ്ടാവുന്ന അസമാധാനത്തിന്റെ എല്ലാം കാരണം മ്യാൻമറും ബംഗ്ലാദേശുമാണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കേണ്ട അടി അവർക്ക് നമ്മൾ കൊടുത്താലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതാരും സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ ചിരിച്ചുകൊണ്ടാണ് പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളല്ല. നമുക്ക് നിവൃത്തികേട് കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ജീവൻ കൊടുത്തിട്ട് വഴികളൊന്നും ഇല്ലാതെ നമ്മൾ ജീവൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആരും സന്തോഷത്തോടെ അല്ല ചെയ്യുന്നത്. പക്ഷെ വേറെ നിവൃത്തിയില്ല.
അതുകൊണ്ട് ഇനിയും നമ്മൾ ശത്രു രാജ്യങ്ങളൊന്നും എല്ലാവരും നമ്മുടെ ശത്രുക്കൾ. ത്രെട്ട് എവിടെ നിന്നും എപ്പോഴും ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.